ഹലോ, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ട്രെൻഡിങ് ആയ ഒരു ജാസ്മിൻ ഹെയർ ബാൻഡാണ്. അതിന് ഞാനിവിടെ യെല്ലോ കളർ ജാസ്മിൻ ബഡ്സും പിന്നെ റെഡ് കളർ പോളനും പിന്നെ ഞാൻ മെറ്റൽ ബോയും ആയിട്ടോ എടുത്തിരിക്കുന്നത്. മെറ്റൽ ബോ ഗോൾഡൻ കളറാണ്. പിന്നെ നമ്മുടെ 7000 ഗ്ലൂവ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യമേ ഗ്ലൂ മെറ്റൽ ബോയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ബഡ്സ് ഒട്ടിക്കുന്നത്. അത് ഈ ഗ്ലൂ തേച്ച ഉടനെ തന്നെ ബഡ്സ് ഒട്ടിക്കല് ഇരിക്കത്തില്ല. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്ലൂ ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഈ പുതിയ ഗ്ലൂ എടുക്കുന്നതിനേക്കാളും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, പുതിയ ഗ്ലൂ എടുക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ച് യൂസ് ചെയ്ത് ഗ്ലൂ ആകുമ്പോൾ അതിനൊരു അല്ലെങ്കിൽ ഒരു തിക്നെസ് പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നല്ല പെട്ടെന്ന് ഒട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ യൂസ് ചെയ്യുന്ന ഗ്രീൻ ടേപ്പാണ്. ഗ്രീൻ ടേപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പശയുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പശയുടെ ആവശ്യമൊന്നുമില്ല. അത് നല്ലപോലെ വലിയ ബലം കൊടുക്കാണ്ട് അത് ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇത് ഗ്രീൻ ടേപ്പ് എന്നാട്ടോ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്, കാരണം ഞാനും ഒരു ബിഗിനറാണ്. ഇത് കണ്ടിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇതെങ്ങനെയാണ് ചെയ്യുന്നവരും ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. പിന്നെ ഇതെൻ്റെ ഒരു ഈസി മെത്തേഡാണ്. ഇങ്ങനെ ഗ്രീൻ ടേപ്പ് ചുറ്റുക, ഇരുന്നോളും, നല്ല മുറുക്കത്തോടെ കൂടി ഇരുന്നോളും. ഇത് ഗിയർ വയറൊക്കെ ചുറ്റി ഇതാക്കുന്നവരുണ്ട്, ചെയ്യുന്നവരുണ്ട്. എന്നാലും എനിക്കിതുപോലെ ചെയ്തിട്ട് കുഴപ്പമില്ലാണ്ട് കിട്ടി കേട്ടോ. ഇതൊരു ഈസി മെത്തേഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോളനാണ് എടുക്കുന്നത്. പോളനും അതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റിയെടുക്കുകയാണ്. ഈ ഗ്രീൻ ടേപ്പ് ഇങ്ങനെ മടങ്ങി മടങ്ങി പോകും കേട്ടോ. അതൊന്ന് നിവർത്തി നല്ലപോലെ ആ ചുറ്റിൽ നല്ല വൃത്തിയായിട്ട് കിട്ടാനാണ്. ചുറ്റിൽ നല്ലപോലെ ചുറ്റിയെടുക്കുക. ഞാൻ ഈ പോളൻ്റെ ലീഫ് സഹിതമാണ് വെക്കുന്നത്. ചിലവർ ലീഫ് കളഞ്ഞിട്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം, ഓരോരുത്തർ പറയണ പോലെയാണ് നമ്മളങ്ങ് ചെയ്യുന്നത്. അപ്പോൾ അതും ചുറ്റിയെടുക്കുന്നുണ്ട് നല്ലപോലെ. വലിയ ബലം കൊടുക്കണ്ട. വലിയ ബലം കൊടുത്താൽ ഗ്രീൻ ടേപ്പ് മുറിഞ്ഞു പോകും. എന്നാലും നല്ലതായിട്ടൊന്ന് ചുറ്റി മുറുക്കം. ഗ്രീൻ ടേപ്പിനൊരു മുറുക്കം ഉണ്ടാകും, ചുറ്റുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഒരേ കടയിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ, വാങ്ങിക്കാനായിട്ട്. പിന്നെ ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ ഗ്ലൂ തേക്കുന്നു, നമ്മുടെ ജാസ്മിൻ ബഡ്സ് എടുത്ത് ഒട്ടിക്കുന്നു, അതും ചുറ്റിയെടുക്കുന്നു. ഈ ഒരു പ്രോസസ്സാട്ടോ, കണ്ടിന്യൂസ് ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫുള്ളും ചെയ്യുന്നത്. നമുക്ക് എവിടം മുതൽ എവിടം വരെയാണോ ആവശ്യം അവിടം വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇത്രയേ ഉള്ളൂ ഈ ഹെയർ ബാൻഡ് മേക്കിംഗ് എന്ന് പറയുന്നത്. ഗ്ലൂ തേക്കുക, ജാസ്മിൻ ബഡ്സ് വെക്കുക, പിന്നെ ഗ്ലൂ തേക്കുക, പോളൻ വെക്കുക, അങ്ങനെ തന്നെ. ഈ ഗ്രീൻ ടേപ്പ് നല്ല ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കാൻ നോക്കണേ. അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അതിങ്ങനെ മുഴച്ച് നിൽക്കും. ഞാൻ ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരുപാട് വീഡിയോസും ക്ലാസ്സസും ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇപ്പം വാങ്ങിക്കാൻ കിട്ടും. നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ പുറത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമുക്കും പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതല്ലേ. എല്ലാവർക്കും പറ്റും. കുറച്ച് സമയം നമ്മൾ കളയുന്ന സമയങ്ങളിൽ നിന്ന് വളരെ കുറച്ച് സമയം എടുത്ത് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും പോളം വെച്ചിട്ട് ഞാൻ വീണ്ടും ചുറ്റുകയാണ്. വീണ്ടും ചുറ്റി എടുക്കുകയാണ്. ഗ്രീൻ ടേപ്പിനൊരു പശയുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് നല്ലപോലെ കിട്ടും. എനിക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റാനായിട്ട് കുറച്ച് പ്രയാസം പോലെ തോന്നാറുണ്ട്, കാരണം അതിങ്ങനെ ചുരുങ്ങി പോകാറുണ്ട്. മടങ്ങി ചുരുങ്ങിയൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ഇത് തന്നെയാണ്, ഇത് ഇങ്ങോട്ട് നീട്ടത്തിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ കണ്ടിന്യൂ ആയിട്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇത്രയും ആയിട്ടുണ്ട്. ഇത്രയും പോർഷൻ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചെവിയുടെ താഴെ ഭാഗത്തേക്കൊന്നും ഞാൻ ഒട്ടിക്കാറില്ല കേട്ടോ. അവിടെ സൈഡ് ഭാഗം എല്ലാവരും കാണുന്നതല്ലല്ലോ, ഫ്രണ്ടിൽ കാണുന്ന ആ പോർഷൻസിൽ മാത്രമാണ് ഞാൻ ഫ്ലവർ വെക്കാറുള്ളൂ. അത്രയും താഴോട്ടൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നത്തെ കാണുന്നുമില്ല, പിന്നെ ചെവിയുടെ പോർഷൻ ആകുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ മാത്രം നമുക്ക് ആവശ്യമുള്ളവിടെ മാത്രം. ഈ ഹെയർ ബാൻഡ് നമുക്ക് പല കളറിലെ ബഡ്സ് വെച്ച് ചെയ്യാം കേട്ടോ. വൈറ്റ്, യെല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം കഴിയാറായി. ലാസ്റ്റ് പോളനും കൂടെ വെക്കുകയാണ്. വെച്ച് നമ്മുടെ ഹെയർ ബാൻഡ് കംപ്ലീറ്റ് ആവുകയാണ്. ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു ഫോം ഷീറ്റോ ഫെൽറ്റ് ഷീറ്റോ ഒട്ടിച്ചു കൊടുക്കാം. ലാസ്റ്റ് പോളനും കൂടെ വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് ഒട്ടിക്കുകയാണ്.
നല്ല പോലെ ലാസ്റ്റ് പോർഷൻ എത്താൻ നേരത്ത് നല്ല പോലെ മുറുക്കി നല്ല പോലെ നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കണേ. ലാസ്റ്റ് പോർഷൻ കുറച്ചും കൂടി ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത്, കാരണം എക്സ്ട്രാ നമ്മൾ അവിടെ ഒന്നും വെക്കുന്നില്ല, അതുകൊണ്ട് നല്ല പോലെ ടൈറ്റ് ചെയ്ത് നല്ല പോലെ വെക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആവാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ടൊരു ഹെയർ ബാൻഡ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓണം സ്പെഷ്യലാണ്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡ്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജാസ്മിൻ ബഡ്സ് ഹെയർ ബാൻഡ്. ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ടാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു ഈസി മെത്തേഡാണ് ഇത്. ഗിയർ വയറൊക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഉചിതം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാം. ഇനി ഈ ബാക്ക് പോർഷനിൽ നമുക്ക് ഫെൽറ്റ് ഷീറ്റോ ഫോം ഷീറ്റോ ഒക്കെ ഒട്ടിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല വൃത്തിയായിട്ട് ഇരിക്കും. എൻ്റെ കസ്റ്റമേഴ്സ് എപ്പോഴും പറയുന്നവർക്ക് ഫോം ഷീറ്റ് മതിയെന്നാണ്. എന്താണെന്നറിയില്ല, ഇച്ചിരി സോഫ്റ്റ്നെസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു വെക്കാനായിട്ട് അവർ ഫോം ഷീറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ. പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ വൈറ്റിൽ ചെയ്തത്, വൈറ്റ് ബഡ്സും ബോളിനും വെച്ച് ചെയ്തതാണ്. വൈറ്റിൽ ചെയ്തത് നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നമുക്ക് വൈറ്റ് ഉണ്ടായി, പിന്നെ ഇത് യെല്ലോ ഇപ്പം നമ്മൾ ചെയ്തത്. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തുടക്കക്കാർ പോലും ട്രൈ ചെയ്ത് നോക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.